സംവിധായകൻ ബാലചന്ദ്രകുമാർ അന്തരിച്ചു. ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിൽ ആയിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന സാക്ഷിയായിരുന്നു. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് ശേഷമാണ് വധ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ദിലീപിനെതിരെ ചുമത്തുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്താൻ നീക്കം നടത്തി എന്നത് അടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ബാലചന്ദ്രകുമാർ ഉന്നയിച്ചിരുന്നു. നടൻ ദിലീപും സംഘവും VIP പരിഗണനയിൽ ശബരിമല ദർശനം നടത്തിയതിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഹർജിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിശദമായ സത്യവാങ്മൂലം, ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ വിശദമായ റിപ്പോർട്ട് എന്നിവ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. സ്വമേധയാ സ്വീകരിച്ച ഹർജി തുടർച്ചയായ 5-ാം ദിവസമാണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. എന്നാൽ വിവിധ കാരണങ്ങളാൽ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി മാറ്റുകയായിരുന്നു. ദേവസ്വം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെ 4 പേർക്കെതിരെ നടപടിയെടുത്തതായി എക്സിക്യൂട്ടീവ് ഓഫീസർ ഹൈക്കോടതിയെ അറിയിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് എതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഈ നീക്കം.